ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതിന് വേറൊരു റീസണും കൂടെ ഉണ്ട്. ഇന്നിവിടെ ട്രബേക്ക മോളിൽ ഒരു ചെറിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഈദൊക്കെ പ്രമാണിച്ചിട്ട് നടക്കുന്നതാണ്. ഈദ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, പക്ഷേ എക്സിബിഷൻ ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. അപ്പോൾ എക്സിബിഷൻ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന എക്സിബിഷൻ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ വലിയൊരു പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്താണ് എക്സിബിഷൻ എന്ന്. പക്ഷെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നാളെ ഇവിടെ കിക്ക് ബോക്സിംഗ് മത്സരം എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേജാണ് അത് എന്നുള്ളത്. അപ്പോൾ എക്സിബിഷൻ എവിടെ നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോയി നോക്കാം. അപ്പോൾ അതാ ചെന്ന് നോക്കിയപ്പോൾ ട്രബേക്ക മോളിന് അകത്താണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷേ ഇത് അത്ര വലിയ സംഭവബഹുലമായിട്ടുള്ള ഒരു എക്സിബിഷനൊന്നും അല്ല. അത്യാവശ്യം കുറച്ച് ഫുഡ് കോർണേഴ്സും അതുപോലെ കുറച്ച് സ്വീറ്റ്സും അതുപോലെ കുറച്ച് അത്തറ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം, പിന്നെ ലൈവ് മ്യൂസിക്കും ഇതൊക്കെ തന്നെയാണ് എക്സിബിഷനിലുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ചെന്നുടനെ നമ്മൾ കാണുന്നത് ഈ ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഫർണിച്ചറിന് നല്ല പ്രൊമോഷനിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മളിങ്ങനെ സോഫയിലൊക്കെ ഇരുന്ന് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സോഫയിലൊക്കെ ഇരുന്ന് നോക്കി നല്ല അടിപൊളി കുഷ്യനൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു നൈറ്റ് ലാമ്പ് ഉണ്ട് കേട്ടോ. ഒരു കുരങ്ങൻ്റെ നൈറ്റ് ലാമ്പൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഫുഡിനേക്കാൾ കൂടുതലുള്ളത് സ്പ്രേ, ഊത്, അത്തറ്, അതുപോലെ ഡ്രസ്സ്, ലൈവ് DJ അതൊക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അതുപോലെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഫുഡ് കോർട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ട് അകത്ത് ഫുഡ് കോർട്ട് ഉണ്ട്, മോളിനകത്തുള്ള ഫുഡ് കോർട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും വന്നത് ഇവിടെ ടർക്കിഷ് ഫുഡ്, ബിരിയാണി കോർണർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ ചെന്ന് പെട്ടത് ഈ അത്തരം സ്പ്രേ ഒക്കെ വിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു അവിടെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ ടർക്കിഷ് സ്വീറ്റ്സ് കിട്ടുന്ന ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഏരിയയിലും ടർക്കിഷ് സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് അവരത് വെച്ചിരിക്കുന്നത്. ഇവിടെ ടർക്കിഷ് സ്വീറ്റ്സ് മാത്രമല്ല കേട്ടോ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് മുതൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ കുറേ ബ്രേസ്ലെറ്റ്, മാലകൾ, വളകൾ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്വീറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കൊതി തോന്നും. ഒന്നിന് 50 രൂപയാണ് കേട്ടോ, മൗറീഷ്യൻ റുപ്പി 50 രൂപയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് അറിയാലോ, ഈ ടർക്കിഷ് സ്വീറ്റ് ഒന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുകയാണ്. Pineapple, lemon. This is Turkish berry. It's all Turkish food. Yeah, sweets. okay. Can you take this one and this one? ചോക്ലേറ്റ് മനസ്സിലാമോ? And yeah, this one. yeah, that one. That one. It's a jelly or something? No, jelly. Jelly, no, jelly, no. Something else? This one. No. This is This is what Pomegranate. flavor? Sorry? Pomegranate. Pomegranate. Okay. Let's do that. Okay. This one. No, that's all. How much for this one? 50 rupees. Okay. Which one you want? It's a watermelon or this one? This one? Okay.
ഞങ്ങൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടോ. അതാ ആ ഭാഗത്തായിട്ട് ചെറിയൊരു ബിരിയാണി കോർണറൊക്കെ ഉണ്ട്. പക്ഷെ ബിരിയാണിയുടെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ചില്ല. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ ഒരു കടയിൽ ഇതാ ഒരു ടർക്കിഷ് സ്വീറ്റ്സും അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇത് ഷവർമ ഉണ്ടാക്കാനുള്ളതല്ല കേട്ടോ, ഇവിടെയുള്ള ഒരു തരത്തിലുള്ള റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാതെ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത് മിനി പാവോ എന്ന് പറയുന്ന ഒരു സ്നാക്കായിരുന്നു കേട്ടോ. സംഭവം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഉള്ളിൽ കുറച്ച് ചിക്കനൊക്കെ ഫില്ല് ചെയ്തിട്ട് പുറമേ മധുരവും ഉള്ളിൽ കുറച്ച് എരിവും ഒക്കെ ആയിട്ട്. മോക്ക് എരിവ് വലിയ പ്രിയല്ലാത്ത ആളായതുകൊണ്ട് അപ്പൊ തന്നെ അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. I know the spicy food. മോള് കഴിക്കാത്തതുകൊണ്ട് പിന്നെ എനിക്കൊരു പേടി എന്താണാവോ ഇതിലെന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിച്ചു വെക്കുന്നത്. സംഭവം വലിയതൊന്നുമില്ല, പുറമേ നല്ല ബണ്ണും ഉള്ളില് ചിക്കൻ നിറച്ചതും നമ്മുടെ പാവ് ഭാജിയൊക്കെ അതിന്റെ വേറൊരു വേർഷൻ. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടാക്കി വെച്ച കഞ്ഞിയും പയറൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്നാട്ടോ ഫുഡ് കഴിച്ചതെന്ന്. ഫ്രൈഡ് റൈസും അതുപോലെ ന്യൂഡിൽസും സ്ഥിരമായിട്ട് കഴിക്കുന്നതൊക്കെ തന്നെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന സമയത്താണ് നാട്ടിൽ നിന്നുള്ള വിളി. ചേച്ചിമാരും മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണുള്ളത്. എന്തൊരു ടൈമിംഗ് ആണല്ലേ. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കുറച്ച് സമയം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ച സ്വീറ്റ്സ് ഇല്ലേ അതൊന്നും എടുത്ത് കഴിച്ച് നോക്കാം. ജെല്ലി ടൈപ്പ് സ്വീറ്റ് ആണെങ്കിൽ വേണ്ടാന്നാട്ടോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ വാങ്ങിച്ചത് മൊത്തം ജെല്ലി ടൈപ്പ് സ്വീറ്റ് ആയി. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ സാധാരണ കാജു കട്ട്ലി അതുപോലുള്ള കുറെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള വല്ലതും ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ വാങ്ങിച്ച് 3 എണ്ണം ജെല്ലി ആയിരുന്നു. ഒരു മധുരമുണ്ട്, ചെറിയൊരു ഫ്ലേവർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്വീറ്റ്സ് തന്നെയാണ് കേട്ടോ അടിപൊളി. നമ്മുടെ കാജു കട്ട്ലിയും രസ്മലായും അതുപോലെ ലഡു ജിലേബി അങ്ങനെയുള്ള എല്ലാം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അല്ലേ കിട്ടാറ്. ഇതെല്ലാം ഒരേ ഫ്ലേവർ ആയിരുന്നു, ഒരേപോലെ കളറ് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസരം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ക്രിസ്പി ചിക്കൻ പാവവും കൂടെ വന്നിട്ടോ. നേരത്തെ കണ്ട ആ സംഭവമല്ലേ ബണ്ണ്, അതിൻ്റെ ഉള്ളിൽ ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എക്സിബിഷനും കഴിഞ്ഞ് സ്വീറ്റ്സും കഴിച്ചതാ നേരെ വീട്ടിലേക്ക് എത്തി. നല്ല ടയേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉറങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇവിടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. See you then. हम पे तू करम करे, हम पे तू करम करे, खाली झोली